ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ചില പ്രതികരണങ്ങൾ കേട്ടല്ലോ. അന്ന് ഇടതുപക്ഷം കാണിച്ച മരവിപ്പിച്ചു എന്നെങ്കിലും പറയാൻ, ക്യാപ്റ്റൻ അബേയൻസ് എന്തെങ്കിലും പറയാനുള്ള നട്ടലിന്റെ വലിപ്പം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ലീഗുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുകയും മണ്ണിൽ കുഴിച്ചു മൂടുകയും ചെയ്യുമെന്ന് മാറി മാറി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് കടലിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്ന് മാത്രമേ ജനങ്ങൾ ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് മറുപടി എന്താണ്? ചിന്താവാരികയാണ്. നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, ചിന്താവാരികയും EMS-ഉമാണ്. സാക്ഷാൽ ശിവൻകുട്ടിയും ഇടതുപക്ഷവുമാണ് ഞങ്ങൾക്ക് മാതൃക. ഭരണാനന്തരം ഇടതുപക്ഷമാണ് ഞങ്ങളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധികൾ വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ക്യാപ്റ്റൻ അബേയൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ തന്റെ ഇടമുണ്ടോ? അതില്ല എന്ന് വെച്ചാൽ പറയുന്നു ഇനിയും നടപ്പിലാക്കുമെന്ന് ചോദിക്കുമ്പോഴോ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പുറത്തുപോയ 10 KSU കുട്ടികളോട് പറ, നാളെ വിദ്യാഭ്യാസ ബന്ധം സമരവും മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ എടുത്ത് ചാടല്, ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. KSU-കാർക്ക് മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിൽ ബാക്കി എതിരായിട്ടുള്ള മലയാളികൾ നമ്മൾ മനസ്സിലാക്കി കൊള്ളണമെന്നാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോഴോ പിണറായി വിജയന്റെ മകൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന്. ഞാൻ തിരികെ ചോദിക്കട്ടെ, മംഗലാപുരത്ത് അദാനിയുടെ എച്ചിലിട്ട കാശും വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചാളയും ചോറും തിന്ന പാരമ്പര്യം ആരുടേതാണ്? അതിനെ സംബന്ധിച്ച് പറയാൻ ഇതുണ്ടോ? ED എന്ന പേര് കേട്ടുമ്പോ കരഞ്ഞുകൊണ്ട് പോയി BJP-യിൽ ചേർന്ന അശോക് ചൗഹാൻ പറഞ്ഞത് ഈ ചർച്ച ചെയ്തിരിക്കുന്ന കോൺഗ്രസ് നേതാവല്ല, ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റാണ്.